കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തനിക്ക് വിവാഹ വിധിയില്ലെന്നും താൻ വസിക്കുന്ന വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്ന് വാഴില്ലെന്നും ജ്യോത്സ്യൻ പറഞ്ഞ വാക്കുകൾ സുഭാഷിനെ തകർക്കുകയാ. സങ്കടത്തോടെ റൂമിലേക്ക് പോയി കുറച്ചു സമയം കരഞ്ഞ് സുഭാഷ് റൂം തുറന്ന് അടുക്കളയിലേക്ക് പോവാനായി വരുമ്പോഴേക്കും ഹാളിൽ ഇരിക്കുന്നുണ്ട് സുധീഷും നികേഷും ഹരീഷും നിധിയുമെല്ലാം. ടെൻഷനോടെ സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുന്നേരം അവർ സുഭാഷ് ഏട്ടനെ വിളിച്ചു നിർത്തി. ആ പൊട്ടൻ ജ്യോത്സ്യൻ എന്തോ പറഞ്ഞതിനാണോ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്റെ സുഭാഷ് ഏട്ടാ, അവർക്കത് ജീവിതമാർഗ, അതിനു വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും എന്ന് ഹരീഷ് പറയുകയാ. നികേഷും പറയുന്നുണ്ട്, അതെ ഏട്ടാ, ജാതകത്തിൽ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കാശ് തട്ടാനുള്ള പരിപാടിയാണെന്ന് സുധീഷും പറയുന്നുണ്ട്. അതെ നികേഷേ, സുഭാഷ് ഏട്ടാ, ഇതൊക്കെ വിശ്വസിച്ച് ഒരുപാട് പേരുടെ ജീവിതം കോഞ്ഞാട്ടയായിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ദയവ് ചെയ്ത് സുഭാഷ് ഏട്ടൻ പെട്ടുപോകരുത്. അയാളുടെ ഉദ്ദേശം എന്നത് നമ്മളെ ഇമോഷണലി തകർക്കൂ എന്നതാ. പരിഹാരം ചോദിച്ച് നമ്മളെ അയാളുടെ അടുത്തെത്തിക്കണം. അതിനിപ്പോ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് സുധീഷ് പറഞ്ഞു നിർത്തേ സുഭാഷും പറയുന്നുണ്ട്, അതല്ല സുധീഷേ, നമ്മുടെ വീട്ടിലെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം ഞാനാണെന്ന് അയാൾ പറഞ്ഞത് ശരിയെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമായിരിക്കും എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ സുധീഷും എഴുന്നേറ്റുകൊണ്ട്, സുഭാഷ് ഏട്ടൻ എന്തൊക്കെ മണ്ടത്തരമായി വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഉമ്മർത്തെന്ന അച്ഛനും, ഇടാ കടുംപെട്ടാ മന്ദബുദ്ധി, ഏതോ ഒരുത്തൻ ആരുടെയോ കൂടെ വന്ന് എന്തോ പറഞ്ഞെന്ന് കരുതി നീ വീട് വിട്ട് പോവാൻ പോകുന്നോ? എല്ലാവരും പോയി അവരവരുടെ ജോലി നോക്കടാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്ക എന്ന് പറഞ്ഞ അച്ഛൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷും ഹലോ എന്ന് വിളിക്കുക. യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് അച്ഛനും. ഞങ്ങൾ ചോദിച്ചപ്പോ ഇല്ലാത്ത ജാതകം ഇപ്പൊ ഇവിടുന്ന് വന്നു എന്ന് സുധീഷ് ചോദിക്കേ. ദേ, ഈ ചോദ്യത്തിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞതാ, വീണ്ടും വീണ്ടും ഒരേ കാര്യം ചോദിച്ചിങ്ങനെ ബോറടിപ്പിക്കല്ലേ എന്ന് അച്ഛനും. അല്ലാതെ നിങ്ങൾ മനഃപൂർവ്വം തരാതിരുന്നതൊന്നുമല്ല അല്ലേ എന്ന് സുധീഷും ചോദിക്കുക. എടാ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എന്റെ മെക്കിട്ട് കയറുന്ന പരിപാടി ഇനി ഈ ഭാസ്കറിന്റെ അടുത്ത് വേണ്ട, പോടാ എന്ന് അവനെ വഴക്കു പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോവുകയാ. നികേഷും എഴുന്നേറ്റ് സുഭാഷിനോടായി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, അയാൾ പറഞ്ഞ കാര്യം മാത്രം ഇങ്ങനെ തലയ്ക്കകത്ത് കൊണ്ടു നടക്കല്ലേ. അത് കേൾക്കെ സുഭാഷ് ഏട്ടനും ആ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് തോന്നിയാ പിന്നെ അതല്ലാതെ പിന്നെ എന്തോർക്കാനാ എന്ന് ചോദിക്കേ. നിധിയും, എന്ത് ശരി, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ എന്നവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് വീണ്ടും പറയുകയാ, അതെ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്നും പറയണ്ട. ജാതകം പുതിയത് എഴുതിക്കാൻ നിങ്ങൾ തയ്യാറായതു തന്നെ അതിലൊക്കെയുള്ള വിശ്വാസം കൊണ്ടല്ലേ. അതിന്റെ ഫലം പറഞ്ഞപ്പോ അതിലുള്ള വിശ്വാസം പോയാൽ എങ്ങനെയാ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കാൻ നികേഷും പറയുന്നുണ്ട്, അങ്ങനല്ലേട്ടാ. സുഭാഷ് വീണ്ടും അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. ഈ വീട്ടിലെ സ്ത്രീകൾ വാഴാത്തത് ഞാൻ കാരണം തന്നെയാവും. നമ്മുടെ അമ്മ ആദ്യം പോയി, അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആളും, നോക്കുമ്പോ എല്ലാം ശരിയല്ലേ എന്നവൻ ചോദിക്കേ. അപ്പൊ ഞാൻ കഴിയുന്നില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധിയും. അത് ശരിയാണ്, നിധി ഇപ്പോ ഇവിടെ കഴിയുന്നില്ലേ എന്ന് സുധീഷൻ ചോദിക്കുക. അതൊരു കള്ള കല്യാണമാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ, ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം കൂടി തുലഞ്ഞല്ലോ എന്നുള്ള വിചാരമായി എനിക്ക് എന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ അതുവരെ മിണ്ടാതിരിക്കായിരുന്ന ഹരീഷും എഴുന്നേറ്റുകൊണ്ട്, അങ്ങനൊന്നും ഇല്ല സുഭാഷ് ഏട്ട എന്ന് പറയുന്നുണ്ട്. നിധിയും പറയുകയാ, ഇങ്ങനെയുള്ള ആളുകൾ പലതും പറയും. എന്റെ അച്ഛനോട് വാഹനദോഷമുണ്ടെന്ന് ഒരാൾ പറഞ്ഞിട്ട് അച്ഛൻ ഒരുപാട് നാൾ ഓടിക്കാതിരുന്നു, നിവൃത്തിയില്ലാത്തപ്പോ എടുത്ത് ഓടിച്ചു, ഇന്നുവരെ ഓടിക്കുന്നുമുണ്ട്, ഒരു അപകടവും പറ്റിയിട്ടുമില്ല, ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഹരീഷും പറയുകയാ, ഏത് ജ്യോത്സ്യർ എന്തു പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടെയുള്ളപ്പോ സുഭാഷ് ഏട്ടൻ എന്തിനാ ടെൻഷൻ ആവുന്നേന്ന്. നികേഷും പറയുക, സുഭാഷ് ഏട്ടാ ഇങ്ങനെ വിഷമിക്കാതെ, കണ്ടിട്ട് സഹിക്കുന്നില്ലെന്ന്. സുധീഷും സുഭാഷ് ഏട്ടന്റെ അരികിലേക്ക് വന്ന്, സുഭാഷ് ഏട്ടാ സോറി, ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാ, അവരെ ജാതകം നോക്കണമെന്ന് പറഞ്ഞപ്പോ അതില്ലാതെ ഒരു കുഴപ്പമാവണ്ടെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ, പക്ഷേ അവരിത്രയും അന്ധവിശ്വാസികളാണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇതറിഞ്ഞിരുന്നെങ്കിൽ പ്രൊസീഡ് ചെയ്യയില്ലായിരുന്നുവെന്ന് നിധിയും. സുധീഷ് സങ്കടത്തോടെ സുഭാഷ് ഏട്ടനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും ഹരീഷും നികേഷും ഓടി വന്ന് സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിക്കുകയാ. സുഭാഷ് ഏട്ടനും എല്ലാവരെയും ചേർത്ത് പിടിക്കുക. നിധിയും സങ്കടത്തോടെ കണ്ണു നിറഞ്ഞ് ആ കാഴ്ചയെ നോക്കി നിൽപ്പാ. രാത്രിയാവുമ്പോ അച്ഛനും ഉമ്മറത്തെ ഒരു ബീഡിയും വലിച്ച് പാട്ട് വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. നിധിയെ കണ്ട അദ്ദേഹം ബീഡി വലിച്ചെറിയുമ്പോഴേക്കും നിധിയും ഉമ്മറത്തെ പടിക്കെട്ടിലേക്ക് ഇരിക്കുക. അച്ഛനും ഉമ്മറത്തെ കട്ടിലേക്കിരുന്ന് പാട്ട് വയ്ക്കാനായി തുടങ്ങുകയാ. നിധിയുടെ മനസ്സിലപ്പോഴും ജ്യോത്സ്യൻ പറഞ്ഞ വാക്കുകളായിരുന്നു. നിങ്ങൾ കാണിച്ച ജാതകത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ ജാതകക്കാരനെ സ്ത്രീ വാഴില്ല എന്നൊക്കെ പറഞ്ഞതോർക്കെ അവളെ ശ്രദ്ധിക്കുന്ന അച്ഛനും, നീ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് വല്ലാതെ ഹേർട്ട് ആയിട്ടുണ്ട് എന്ന് നിധി പറയേ. നീ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചാ അതിനുള്ള ഉത്തരം പറയണം, അല്ലാതെ നിന്റെ ചോട്ടന് ഹേർട്ടായെന്നുള്ളതല്ല. എന്താ അവന് ഹേർട്ടായാ നീ ഉറങ്ങത്തില്ലേ എന്ന് അച്ഛനും പരിഹസിച്ച് ചോദിക്കുന്നുണ്ട്. ഈ വീട്ടിൽ എന്ത് നടന്നാലും കണ്ടില്ലെന്ന് നടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് നിധി ചോദിക്കേ. അതിന് മാത്രം ഈ വീട്ടിലിപ്പോ എന്താ നടന്നത്? ആരും ആരെയും കൊന്നൊന്നുമില്ലല്ലോ,
ഇല്ലെങ്കിൽ ആരെങ്കിലും ചത്തോ എന്നച്ഛൻ ചോദിക്കേ ചാകുന്നത് മാത്രമാണോ വിഷയം എന്ന് നിധിയും. ചാവുന്നതും വിഷയമൊന്നുമല്ല അപ്പോഴോ എന്ന് അച്ഛനും. വെറുതെ ഓരോന്ന് പറയല്ലേ, സുഭാഷേട്ടന്റെ ജാതക ദോഷം കൊണ്ടാ ഈ വീട്ടിൽ എല്ലാ കുഴപ്പങ്ങളും സംഭവിക്കുന്നെന്നാ ആ പാവം ഇപ്പൊ വിചാരിക്കുന്നേ എന്ന് നിധി പറയേ. ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചേ, പക്ഷേ നിങ്ങളെപ്പോലെ അന്ധവിശ്വാസി അല്ലാത്തതിനാൽ ഞാൻ അതങ്ങ് വിട്ടുകളഞ്ഞു എന്ന് അച്ഛനും പറയുകയാ. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്താണെന്നറിയോ എന്ന് നിധി ചോദിക്കേ. എന്താ എന്ന് അച്ഛനും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാ എന്ന് നിധിയും. എന്റെയോ? സമ്മതിച്ചോ, മതിയോ എന്ന് അച്ഛനും. അവൾ ഒരു നിമിഷം അകത്തേക്ക് നോക്കി എഴുന്നേറ്റ് അച്ഛന്റെ അരികിലേക്ക് ചെന്ന് ദേ നോക്ക്, നികേഷിന്റെ അമ്മയെ ഞാൻ അന്ന് കണ്ടതാ എന്ന് പറയുന്നത് കേൾക്കെ അച്ഛനും ഓ പിന്നെയും തുടങ്ങി. നിനക്ക് 2 ആഴ്ച കൂടുമ്പോ ഈ ശീലം ഇങ്ങനെ ആവർത്തിക്കണോ എന്നച്ഛൻ ചോദിക്കാൻ. ഞാൻ റോഡിൽ വെച്ച് ഒരു തവണ കണ്ടതാ എന്ന് നിധിയും പറയുന്നുണ്ട്. നീ ആരെയോ കണ്ടതിനെ ഞാൻ എന്തു വേണമെന്ന് അച്ഛനും. ഞാൻ അവരെ പറ്റി പറഞ്ഞപ്പോഴേ അച്ഛന്റെ മുഖം മാറി. എന്തോ മറയ്ക്കാനുള്ളത് കൊണ്ടാ എനിക്കറിയാമെന്ന് നിധിയും. കുട്ടി, നീ ഈ കെട്ടിടം പണിയുന്ന ജോലി വിട്ടിട്ടെ പോയി പോലീസിൽ ചേര്, നിനക്കതാ നല്ലതെന്ന് അച്ഛനും പറയുന്നുണ്ട്. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് വെച്ചിട്ടാ. അവരിവിടെ വന്ന് താമസിച്ച സ്ത്രീകൾ വാഴാത്ത വീടെന്ന പേരുദോഷം മാറി കിട്ടിയാലോ എന്ന് നിധി പറയുന്നുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ വീട്ടിലെ പേരുദോഷം മാറ്റാനാണോ നീ തക്കലേന്ന് ഇങ്ങോട്ട് വന്നത്? മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടുവരും. അത് വിടെന്ന് അച്ഛൻ പറയുമ്പോഴേക്കും നിധി വീണ്ടും ഉമ്മറത്തെ പടിക്കെട്ടിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് ഹാളിലേക്ക് വന്ന സുധീഷ് അവളെ കണ്ട് അങ്ങോട്ട് വരുന്നത്. അവൻ അവളുടെ അരികിലേക്ക് ഇരുന്ന് അതെ എന്തിനാ ഇങ്ങനെ വെറുതെ കൊതുവും അടിയുകൊണ്ടിരിക്കുന്ന, അകത്ത് പോയി കിടന്നൂടെ എന്ന് ചോദിക്കുക. നിങ്ങൾ സുഭാഷ് ഏട്ടനെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ആ ജ്യോത്സ്യൻ പറഞ്ഞത് സുഭാഷ് ഏട്ടൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. എന്തേലും കുഴപ്പം സംഭവിക്കുമോന്നാ എന്റെ പേടി എന്ന് നിധി പറയേ. എന്ത് കുഴപ്പം എന്ന് സുധീഷും. അറിയില്ല, സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അത് ഉറപ്പാണെന്ന് നിധിയും. ഏയ് അങ്ങനെയൊന്നുമില്ല, സുഭാഷ് ഏട്ടനെ ചെറിയ കാര്യം മതി സങ്കടപ്പെടാൻ, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ അതങ്ങ് മാറിക്കോളുമെന്ന് സുധീഷും. ഇന്ന് രാത്രി കൃത്യമായി നോക്കണം കേട്ടോ, എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു എന്ന് നിധിയും. ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല, താൻ പോയി കിടക്കാൻ നോക്കെന്ന് സുധീഷ് പറയേ. നിധി എഴുന്നേറ്റ് ഉറങ്ങാനായി പോവുകയാ. അച്ഛനവിടെ റേഡിയോയിൽ പാട്ടും വെച്ച് അതിനടുത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അത് കണ്ട് സുധീഷും നിങ്ങൾ ഈ കലാപരിപാടി നിർത്തിയാലേ ശരിയാവൂ എന്ന് പറയേ. നിനക്കൊരു കലാഹൃദയമില്ലാത്തതിൽ ഞാൻ എന്തു ചെയ്യാനാടാന്ന് അച്ഛനും. സുധീഷ് അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്ന് അതെ എല്ലാ കുഴപ്പവും ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് സുഖിച്ചിരിക്കുന്നതാണോ നിങ്ങളുടെ കലാഹൃദയം എന്ന് ചോദിക്കേ. ഞാൻ എന്തു കുഴപ്പമുണ്ടാക്കിയെന്നാ എന്ന് അച്ഛനും. ഒന്നുമില്ലേ, നിങ്ങൾ ആ ജാതകം എടുത്തു കൊടുത്തതാ സകല കുഴപ്പത്തിനും കാരണം. രണ്ടും ഒരുപോലെ വന്നപ്പോഴാണ് സുഭാഷ് ഏട്ടന് സങ്കടമായതെന്ന് സുധീഷ് പറയുന്നു. എടാ, കാശ് കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ജാതകം എഴുതിക്കുമ്പോ കൊള്ളാവുന്ന ഒരു ഗ്രഹനില എഴുതിക്കാൻ കഴിയാത്ത നീയാണോടാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? പോടാ പോടാ കോവർ കഴുതേ എന്നച്ഛൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ കോവർ കഴുതേ എന്ന് പിറുപിറുത്തുകൊണ്ട് സുധീഷ് അകത്തേക്ക് കയറി പോവുകയാണ്. അവൻ ഹാളിലേക്ക് എത്തുമ്പോൾ അവിടെ തറയിൽ പാവിരിച്ച് കിടക്കുകയായിരുന്നു സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും. ഉറങ്ങാതെ കിടക്കുന്ന നികേഷിനോടും ഹരീഷിനോടുമായി സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോടാ എന്ന് സുധീഷ് ചോദിക്കെ. ഇപ്പൊ ഉറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഹരീഷും. സുധീഷ് പായയിലേക്ക് ഇരിക്കുമ്പോഴേക്കും നികേഷും ഹരീഷും എഴുന്നേറ്റിരിക്കുക. എടാ ഏട്ടൻ ഓക്കെ അല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അത്രയ്ക്ക് ഓക്കെ ആയിട്ടില്ല, ഞാൻ കുറെ തമാശയൊക്കെ പറഞ്ഞു നോക്കി, ഉള്ളീന്ന് ആ പേടി പോയിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. പിന്നെ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്ന് സുധീഷ് ചോദിക്കേ. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കറിയാലോ മനസ്സിന്ന് പോയിട്ടില്ലെന്ന് എന്ന് നികേഷും പറയുകയാ. അപ്പോഴേക്കും സുധീഷ് ഏട്ടാ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് സുഭാഷ് ഏട്ടനെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലോ സുഭാഷ് ഏട്ടന്റെ അനക്കമൊന്നും ഇല്ലാഞ്ഞ് ഉറങ്ങിയെന്ന് തോന്നുന്നു എന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, എന്നാലും ഒരു കണ്ണ് വേണം എന്ന് ഹരീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏയ് ഉറങ്ങിയ പിന്നെ രാവിലെ അല്ലേ എഴുന്നേൽക്കും, അതാണല്ലോ പതിവ്. എടാ ഹരീഷേ, ആ ജോത്സ്യന് പോയി 4 ചാമ്പങ്ങ് ചാമ്പിയാലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് കാര്യം, ശരിക്കും കൊടുക്കേണ്ടതേ, നമ്മുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി ഇങ്ങനെയൊരു കള്ള ജാതകം എഴുതി തന്നവനാ എന്ന് ഹരീഷ് പറയുകയാ. നമ്മൾ പറഞ്ഞതെല്ലാം ചിരിച്ച മുഖത്തോടെ കേട്ടു നിന്നിട്ട് നമുക്ക് നല്ല പണി തന്നെയാ തന്നിരിക്കുന്നത്, പക്ഷേ അതിനുള്ളത് അയാൾക്ക് കിട്ടും. ഇനി അയാളെ തേടി ഒരാൾ പോലും വരാൻ പാടില്ല, അങ്ങനെ ആക്കിത്തരാം, നോക്കിക്കോ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഹരീഷ് വീണ്ടും സുഭാഷ് ഏട്ടനെ ശ്രദ്ധിച്ച് അതേ നമ്മുടെ സംസാരം കേട്ടിട്ട് എണീക്കണ്ട, വാ നമുക്ക് കിടക്കാമെന്ന് പറയേ എല്ലാവരും ഉറങ്ങാനായി കിടക്കുകയാ. പിന്നീട് അർദ്ധരാത്രിയാവുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് സുഭാഷ് ഏട്ടൻ എഴുന്നേറ്റിരുന്ന് അനിയന്മാരെല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും അവരെ സങ്കടത്തോടെ നോക്കി ജ്യോത്സ്യൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഓർത്തെടുക്കുകയാ. ഈ ജാതകക്കാരന് വിവാഹ വിധിയില്ല, ഈ ജാതക വിധി പ്രകാരം ഇയാൾ വസിക്കുന്ന വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്നു വാഴില്ല എന്ന് പറഞ്ഞതൊക്കെ തന്റെ അനിയന്മാരുടെ മുഖത്തേക്ക് നോക്കുന്ന സുഭാഷിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. രാവിലെ ആവുമ്പോ നിധി അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുകയാ. അവിടുള്ള പാത്രങ്ങളെല്ലാം എടുത്തു നോക്കി ഈ വീട്ടിൽ കൊള്ളാവുന്ന ഒരു പാത്രം പോലും ഇല്ല എന്നൊക്കെ അവൾ പിറുപിറുക്കുമ്പോഴാണ് നികേഷ് അങ്ങോട്ട് വന്ന് എന്താ എടുത്തിന്ന് ചോദിക്കുന്നത്. ഈ വീട്ടിൽ ആദ്യം ശരിയാക്കേണ്ടത് അടുക്കളയാ, കൊള്ളാവുന്ന ഒരു പാത്രം പോലും ഇല്ല, ഇങ്ങനെയുള്ള അടുക്കളയിലാ സുഭാഷ് ഏട്ടൻ കിടന്ന് കഷ്ടപ്പെടുന്നത്. കഴിക്കാൻ സമയമാവുമ്പോ
സുഭാഷ് ഏട്ടാ ആയോന്നല്ലാതെ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തായാലും ശമ്പളം കിട്ടുമ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്ന് നിധി പറയുന്നതുകൾക്ക് ഫുൾ സപ്പോർട്ട് എന്ന് നികേഷും. സുഭാഷ് ഏട്ടൻ എവിടെയെന്ന് നിധി ചോദിക്കെ കാലെടുത്തെഴുന്നേറ്റ് ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ, എവിടെ പോയെന്ന് നികേഷും. ഹാളിൽ കാണുന്നില്ല, അടുക്കളയിൽ കാണാത്തത് കൊണ്ട് മുറിയിൽ പോയി കിടന്നിട്ടുണ്ടാവുമെന്ന് കരുതി എന്ന് നിധി പറയെ ഞാൻ മുറിയിൽ നിന്നല്ലേ വരുന്നത്, അവിടെ എങ്ങും ഇല്ലെന്ന് നികേഷും. അപ്പൊ പിന്നെ എവിടെ പോയി എന്ന് സംശയത്തോടെ ചോദിച്ച് അവനോട് ഗ്ലാസുകൾ എടുക്കാനായി പറയുകയാ നിധി. അവൾ ഗ്ലാസ്സിൽ ചായ പകർന്ന് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും സുധീഷ് എഴുന്നേൽക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. നിധി ചായ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഞാൻ ബ്രഷ് ചെയ്തിട്ട് കുടിച്ചോളാമെന്ന് സുധീഷും. നല്ല ശീലമൊക്കെ തുടങ്ങിയോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ ഹരീഷും അതെയോ എന്ന് മുതല് എന്ന് ചോദിക്കേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് സുധീഷും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. സുഭാഷ് ഏട്ടൻ എവിടെ, രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ കണ്ടില്ല എന്ന് നിധി ചോദിക്കെ വല്ല കടയിലേക്കും പോയി കാണുമെന്ന് ഹരീഷും. ഇത്ര നേരത്തെയോ എന്ന് നിധി ചോദിക്കെ അതെ ഇത്ര നേരത്തെ പോവാറില്ലല്ലോ എന്ന് നികേഷും. ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് സുധീഷ് ഫ്രഷ് ആവാനായി പോവുകയാ. നിധിയും ടെൻഷനോടെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ഹരീഷിനോടായി ചോദിക്കേ അല്ല എടുത്തി എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ, ആള് വന്നോളുമെന്ന് ഹരീഷും. പറയാതെ പോവാറില്ലല്ലോ അതാ എന്ന് നിധിയും. നികേഷ് സുഭാഷ് ഏട്ടന്റെ മൊബൈലിലേക്ക് വിളിക്കുമ്പോഴേക്കും അത് സ്വിച്ച്ഡ് ഓഫ് ആണെന്നാണ് പറയുന്നത്. ബ്രഷ് ചെയ്തു വന്ന സുധീഷും എന്താടാ എന്ന് ചോദിക്കെ സുഭാഷ് ഏട്ടന്റെ മൊബൈൽ സ്വിച്ച്ഡ് ഓഫ് ആണല്ലോ എന്ന് നികേഷും. അതകത്ത് ചാർജിലിട്ട് കാണും എന്ന് സുധീഷ് പറയേ. നോക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷ് റൂമിലേക്ക് പോവുകയാണ്. അവിടെ കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നു സുഭാഷിന്റെ മൊബൈൽ. നികേഷ് അതെടുത്ത് തിരിയുമ്പോഴാണ് മേശപ്പുറത്ത് എഴുതി വെച്ച ഒരു ലെറ്റർ കാണുന്നത്. സംശയത്തോടെ അവൻ അതെടുത്ത് വായിച്ച് പരിഭ്രമത്തോടെ സുധീഷേട്ടാ എടുത്തി എന്ന് വിളിച്ച് ഡൈനിങ് ഹാളിലേക്ക് ഓടുകയാണ്. അവനെത്തുമ്പോഴേക്കും എന്താടാ എന്തു പറ്റിയെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ദേ ഇത് നോക്കിയേ എന്ന് പറഞ്ഞ അവൻ ആ ലെറ്റർ നിധിയുടെ കയ്യിലേക്ക് നൽകുകയാണ്. അവരെല്ലാം കൂടി ആ ലെറ്റർ വായിക്കുകയാ. പ്രിയപ്പെട്ട അനിയന്മാർക്കും നിധിക്കും വേണ്ടി സുഭാഷ് ഏട്ടൻ എഴുതുന്നത്. ഇത്രയും കാലം നമ്മുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്ന് ഇപ്പോഴാ ബോധ്യപ്പെട്ടത്. നമ്മുടെ അച്ഛൻ കാരണമാണ് ഈ വീട്ടിലേക്ക് ആരും പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാത്തതെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്റെ രാശി കാരണമാണ് അതെന്നറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത സങ്കടമായി. ഞാനുള്ളത് കൊണ്ട് എന്റെ അനിയന്മാരുടെ ജീവിതം നശിക്കരുത്, അവര് നന്നായി ജീവിക്കണം. എന്റെ രാശി ദോഷം കാരണം നിധി കൂടി ഇനി അവിടുന്ന് പോവാൻ ഇടയാവരുത്. അവള് കൂടി അവിടുന്ന് പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവൾ ഈ വീട്ടിൽ ഉണ്ടാവണം. എന്റെ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞ് അവരെല്ലാം നന്നായി ജീവിക്കണം. ഇതെല്ലാം ഞാൻ ആ വീട്ടിലില്ലെങ്കിലേ നടക്കൂ. അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ടു പോവാൻ തീരുമാനിച്ചത്. ഇങ്ങനെയൊരു തീരുമാനം എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വേറൊരു വഴിയില്ല. ഞാൻ എവിടെയായിരുന്നാലും എന്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഈ വീട് വിട്ടു പോകുന്നത്. ഇനി ആരും എന്നെ അന്വേഷിക്കണ്ട എന്നൊക്കെ എഴുതിയ ആ ലെറ്റർ വായിച്ച് തീരുമ്പോഴേക്കും നിധി സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാണ്. ഹരീഷും പരിഭ്രമത്തോടെ പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും പോവില്ല, വരുമെന്ന്. എടാ ഇതിനു മാത്രം പ്രശ്നമുണ്ടായോ ഹരീഷ് എന്ന് സുധീഷ് ചോദിക്കെ നിധിയും കരച്ചിലോടെ പറയുകയാ. സുഭാഷ് ഏട്ടന് വല്ലാതെ ഹർട്ടായിട്ടുണ്ട്. എന്തോ കുഴപ്പം വരാൻ പോകുന്നുവെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ. ഒരു രാത്രി ഉറക്കമൊഴിച്ച് സുഭാഷ് ഏട്ടനെ നോക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ എന്നവൾ സങ്കടത്തോടെ ചോദിക്കെ നമ്മൾ സംസാരിച്ചതിനു ശേഷം ഞാൻ ഉറങ്ങാൻ വരുമ്പോ സുഭാഷ് ഏട്ടൻ നല്ല ഉറക്കമായിരുന്നു. അത് കൺഫേം ആക്കിയിട്ടാ ഞങ്ങൾ കിടന്നത് തന്നെ എന്ന് സുധീഷും പറയുന്നു. മതിയോന്ന് നിർത്ത്. ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ സുഭാഷ് ഏട്ടൻ ഉറങ്ങാതെ കാവലിരുന്നേനെ. സുഭാഷ് ഏട്ടന് നിങ്ങൾ മൂന്നുപേരും അലോകം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാ പോകുന്നതെന്ന് എഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. നടന്നതോർത്തിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റതാ. അപ്പോഴേ സുഭാഷ് ഏട്ടനെ കാണാനില്ലായിരുന്നു എന്ന് കരച്ചിലോടെ നിധി പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന അച്ഛനും എന്തു പറ്റി എന്ന് ചോദിക്കെ സുഭാഷ് ഏട്ടനെ കാണുന്നില്ല എന്നവൾ കരഞ്ഞുകൊണ്ട് പറയുക. കാണാനില്ലേ എന്ന് അമ്പരപ്പോടെ അച്ഛനും ചോദിക്കുക. എന്നെ ഇനി അന്വേഷിക്കേണ്ടെന്ന് ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നത് എന്നവൾ കണ്ണീരോടെ പറയെ. ഇങ്ങു തന്നേന്ന് പറഞ്ഞ് ഹരീഷിന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങിച്ച് വായിക്കുകയാ അച്ഛനും. അച്ഛൻ പുറത്തുണ്ടായിരുന്നില്ലേ, സുഭാഷ് ഏട്ടൻ പോകുന്നത് കണ്ടില്ലേ എന്ന് നിധി ചോദിക്കേ. ഇല്ല കണ്ടില്ല, ഞാൻ നല്ല ഉറക്കമായിരുന്നു എന്ന് അച്ഛനും. എന്നാ പിന്നെ എല്ലാരും കൂടി എവിടെയെങ്കിലും ഒക്കെ പോയി അന്വേഷിക്കുക എന്നവൾ കരച്ചിലോടെ പറയെ. ഹരീഷ് ഏട്ടാ വാ എന്ന് പറഞ്ഞ് നികേഷ് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷും നികേഷിന്റെ പുറകെ പോകും. സംശയത്തോടെ ആലോചിച്ച് നിൽക്കുന്ന സുധീഷിനെ കണ്ട് ആലോചിച്ച് നിൽക്കാതെ പോവാൻ നോക്ക് എന്നവൾ പറയെ. സുധീഷ് അവിടുന്ന് പോവുകയാ. എന്നാ പിന്നെ ഞാൻ കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛനും അവരുടെ പുറകെ പോകുന്നുണ്ട്. ആ ലെറ്ററും കയ്യിൽ പിടിച്ച് സങ്കടത്താൽ കരയുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്ന പരാതിയുമായി നിധിയും സുധീഷും സ്റ്റേഷനിലെത്തുന്നതും സുഭാഷ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാമെന്ന് CI പറയുന്നത് കേൾക്കെ സുധീഷ് ആകെ തകർന്നു പോകുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.